CPM നേതാക്കൾ തങ്ങളുടെ മനസ്സിലുള്ള ഒരു വൈരാഗ്യമൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ എടോ വിജയ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചതിന് ഇപ്പോൾ പ്രതികാരം ചോദിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് A.A. റഹീമിൻ്റെതായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഒരു സമയത്ത് അഹങ്കാരത്തോടു കൂടി നിന്നത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ കോൺഗ്രസിനുണ്ടായത്. എല്ലായിരുന്നെങ്കിൽ കോൺഗ്രസിന് ഇതൊന്നും ഫേസ് ചെയ്യേണ്ടി വരില്ലായിരുന്നു എന്നാണ് A.A. റഹീമിന്റെ ഒരു വാദം എന്ന് പറയുന്നത്. ശരിയാണോ? ഹർഷ, ക്ഷമിക്കണം, ഇടയ്ക്ക് ശബ്ദത്തിന് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. ഞാൻ ഹൈവേയുടെ സൈഡിലാണ്. പ്രചരണങ്ങളൊക്കെ തെക്കൻ കേരളത്തിൽ വലിയ രീതിയിൽ കൊട്ടിക്കേറുകയാണ്. എവിടെ നോക്കിയാലും പ്രചരണ വാഹനങ്ങളാണ്, സ്ഥാനാർത്ഥികളാണ്. ഇനി മണിക്കൂറുകൾ മാത്രം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളത്തിൽ അതിന്റെ കൊട്ടിക്കലാശമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊട്ടിക്കലാശമല്ല, ക്ഷമിക്കണം, വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശബ്ദത്തിനിടയിൽ ചിലപ്പോൾ അനൗൺസ്മെന്റുകളും പാട്ടുകളും ഒക്കെ കയറി വന്നാൽ ക്ഷമിക്കുക എന്നുള്ളതാണ്. നോക്കൂ, ഹർഷ പറഞ്ഞ വാദമുഖങ്ങളിൽ പറഞ്ഞതെന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരത്തിൽ പ്രതികരിച്ചത് കൊണ്ടാണോ ഇപ്പോൾ കോൺഗ്രസിന് നേരിടേണ്ടി വരുന്നത് എന്നാണ്. ഞാൻ പറയാം, ഈ രാഷ്ട്രീയ നേതാക്കന്മാര് രാഷ്ട്രീയ പ്രസംഗങ്ങളൊക്കെ നടത്തുമ്പോൾ വലിയ രീതിയിൽ എതിർ പാർട്ടിക്കാരെ വിമർശിക്കാറുമൊക്കെ ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ രീതികളൊക്കെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ജനപ്രിയനാക്കിയത്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ സ്വന്തം കക്ഷിയാക്കി മാറ്റിയത്. ഒരുപാട് യുവാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫാൻസായി വന്നതൊക്കെ രാഹുലിന്റെ പ്രസംഗങ്ങൾ തന്നെയാണ്. പക്ഷെ ഇത്തരം പ്രസംഗങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് അവരൊന്ന് ചിന്തിക്കണം, നമ്മൾ എന്താണ് ഏതാണ് എന്നുള്ളത്. ഇപ്പോ നമ്മള് തമാശക്കൊക്കെ പറയുന്നുണ്ട്, വീരപ്പൻ വന്നിരുന്ന് പിന്നെ കാട്ടിലെ ഒരു മരം മുറിച്ചതിനെതിരെ സംസാരിച്ചാൽ എങ്ങനെ ഇരിക്കും? അതേ സാഹചര്യമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ചില ചാനൽ മുതലാളിമാരൊക്കെ വലിയ ആദർശങ്ങളൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? അതേപോലെയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഈ ഇടതുപക്ഷത്തെ ഇത്രത്തോളം വിമർശിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്ത്രീയുടെ മൂല്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ താൻ എന്താണ് ഏതാണ് എന്നൊന്ന് ചിന്തിച്ചിരിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. A. റഹീമിന്റെ ഒരു പ്രസംഗത്തെ കുറിച്ച് ഹർഷ ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ. എനിക്ക് A. റഹീമിനോടിന്റെ ചില കാര്യങ്ങളോട്, അയാളുടെ പൊളിറ്റിക്കൽ നിലപാടുകളോട്, അയാളുടെ പ്രവർത്തന ശൈലിയോടൊക്കെ ചില സമയങ്ങളിൽ എതിർപ്പ് തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷെ ഈ പ്രസംഗം ഞാനൊരു തമാശക്കാണ്. A. റഹീമിന്റെ പ്രസംഗങ്ങളൊക്കെ കേട്ടിരിക്കാൻ നല്ല രസമാണ്. അതായത് പുള്ളി ഇങ്ങനെ വളരെ സിമ്പിളായി സംസാരിച്ച് പോകുന്ന കൂട്ടത്തിൽ ഇടയ്ക്ക് ശബ്ദം ഉയർത്തും, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ മാറും, എക്സ്പ്രഷൻ ഒക്കെ വീഴും, ചിരിക്കാനുള്ള എല്ലാ വകയും. ഒരുപക്ഷെ സീരിയസ് ആയിട്ടായിരിക്കും പുള്ളി പറയുന്നത്, പക്ഷെ നമുക്ക് ചിരി വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ A. റഹീമിന്റെ ഈ റീലുകളൊക്കെ വരുമ്പോൾ ഞാൻ കണ്ടിരിക്കും, ചിലപ്പോൾ നമുക്ക് നല്ല ചിരിയൊക്കെ പൊട്ടും. പക്ഷെ ആ ഒരു അർത്ഥത്തിലാണ് ഈ പ്രസംഗം ഞാൻ കേട്ടു തുടങ്ങിയത്. ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിലാണ് വിഷയമെന്ന് മനസ്സിലാകുന്നു. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോ പക്ഷെ എന്നെ നെഞ്ചൽ തട്ടിയ ഒരു ഭാഗമുണ്ട്. ആ ഭാഗം പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് കേൾപ്പിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ബാക്കി ചർച്ച തുടരാം. ഓരോ ശിശുരോധനത്തിലും കേൾപ്പു ഞാൻ ഒരു കോടീശ്വര വിലാപം. എനിക്കറിയാവുന്ന എത്രയോ പേരുണ്ട്, നിങ്ങൾക്കറിയാവുന്ന എത്രയോ പേരുണ്ട് ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുന്ന ജന്മങ്ങൾ, ദമ്പതികൾ, കല്യാണം കഴിഞ്ഞ് എത്രയോ കാലം. നമ്മൾ ചിലപ്പോൾ അറിയാതെ എങ്ങാനും ചോദിക്കും കുഞ്ഞെവിടെ, കുഞ്ഞുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ കണ്ണ് നിറഞ്ഞു പോകും. കാരണം കുഞ്ഞില്ല, നമുക്കറിയില്ലല്ലോ. നമ്മൾ പരിചയപ്പെടുമ്പോൾ അറിയാതെ ചോദിച്ചു കുട്ടികളെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങളില്ല എന്ന് പറയുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകുന്ന മനുഷ്യരെ നമ്മൾ കാണാറില്ലേ? കാത്തിരിക്കുന്നതാണ് പതിറ്റാണ്ടുകളായി. ഒരു കുഞ്ഞിനെ, ഒരു സ്ത്രീയുടെ ജന്മത്തിൽ, സ്ത്രീയുടെ വയറ്റിൽ സ്വന്തം രക്തത്തിൽ ഒരു കുഞ്ഞു പിറക്കുമ്പോൾ ആ കുഞ്ഞിനെ അവളുടെ അവകാശവും അവളുടെ അധികാരവും അംഗീകാരവുമില്ലാതെ 4 ചാത്തൻ ഗുളിക കൊടുത്തു വിട്ടിട്ട് വീഡിയോ കോളിൽ വന്നിട്ട് പറയാണ് തിന്നോളാൻ. ഒരു മനസാക്ഷിത്വമില്ല. ഏത് പെണ്ണ് സാർ? അവിടെയാണ് ഹർഷ ഈ ചർച്ചയിൽ ഇത് പറയണമെന്ന് എനിക്ക് തോന്നിയത്. പെണ്ണ് കേസാ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇത് പെണ്ണ് കേസല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇത് കൊലപാതകമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ തുടക്കത്തിൽ കുടുക്കിയതാണെന്നൊക്കെ വാദമുഖങ്ങൾ ഉയർത്തിയവരാണ് ഹർഷയും ഞാനും ഒക്കെ. പക്ഷേ നിയമത്തിന്റെ മുന്നിൽ പ്രഥമദൃഷ്ട്യാ കേസുണ്ട്. അത് ഗർഭചിത്രത്തിന് ബലാത്സംഗം ഒന്നും ഞാൻ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. കാര്യം ആ പെൺകുട്ടി ഒരു പക്ഷേ അവരുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായതായിരിക്കും. പക്ഷേ വയറ്റിൽ വളർന്ന ഈ പല ചാനലുകാർക്ക് പല മാസമാണ്, 2, 3, 4, അതെനിക്കറിയില്ല. എങ്കിലും ഒരു ജീവനെ കൊല്ലാൻ കൂട്ടുനിന്നവൻ, അതിന് പ്രേരിപ്പിച്ചവൻ, അതിന് നിർബന്ധിച്ചവൻ, അതിന് ഗുളിക വാങ്ങിക്കൊടുത്തവൻ, വീഡിയോ കോളിൽ വന്ന് അത് കണ്ടിരുന്നവൻ, ആ പെൺകുട്ടിയുടെ മനോവധയോ ശാരീരിക ബുദ്ധിമുട്ടോ ഒന്നുമല്ല ഞാൻ പറയണേ. റഹീം പറഞ്ഞതുപോലെ ഒരു കുട്ടി ഉണ്ടാകാൻ
വിവാഹം കഴിഞ്ഞ് വർഷങ്ങളോളം കാത്തിരുന്ന എത്രയോ ദമ്പതികളുണ്ട് ഈ നാട്ടിൽ. നമ്മുടെ നാട്ടിലെ കൂണ് പോലെ മുളച്ചു വരുന്ന ഈ ആശുപത്രികളുണ്ട്. അവരുടെയൊക്കെ പരസ്യം സോഷ്യൽ മീഡിയ ചാനലുകളിൽ കാണാം. 40, 50, 60 വയസ്സിൽ കുട്ടികളുണ്ടായ സന്തോഷത്തിൽ. ടെക്നോളജി വളർന്നപ്പോ അതിനൊക്കെ പരിഹാരമുണ്ട്. ലക്ഷങ്ങൾ മുടക്കിയാൽ കുഞ്ഞുങ്ങളെ കിട്ടുന്ന സംവിധാനങ്ങളൊക്കെ, IVF പോലെയുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വളർന്നു വന്നു. പക്ഷേ റഹീം പറയുന്നൊരു വാചകമുണ്ട്, ചിലപ്പോ ഒരാളെ പരിചയപ്പെടുമ്പോ സ്നേഹത്തോടെ മക്കൾ എന്ന് ചോദിക്കുമ്പോ അവരുടെ കണ്ണറിയാതൊന്ന് നിറയും. എന്നിട്ട് അവർ ചിരിച്ചിട്ട് പറയും ആയിട്ടില്ല. അപ്പൊ അടുത്ത ചോദ്യം വരും, എത്ര വർഷമായി വിവാഹം കഴിച്ചിട്ട്? അത് 8-10 വർഷമായി. പിന്നെ ഈ ചോദിക്കുന്നവർക്ക് തന്നെ മനസ്സിലാകും ഇവർക്ക് വലിയ മാനസിക വ്യഥ ഉണ്ടാക്കുന്ന ചോദ്യമാണെന്ന്. അവർ ആ ചോദ്യത്തിൽ നിന്ന് സ്കിപ്പ് അടിച്ചു പോകാറാണ് വരും. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ മാത്രമല്ലെന്നേ, എല്ലാ കേസുകളിലും അബോർഷൻ ചെയ്യാൻ പോകുന്നവരോടാണ് പറയാനുള്ളത്. നിങ്ങൾ ഗർഭിണിയായെങ്കിൽ ആകാതിരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പാഠമായെങ്കിൽ നിങ്ങളെ കുഞ്ഞിനെ നശിപ്പിച്ച് കളയാൻ നിങ്ങളൊരു 10-12 മാസം മറ്റെവിടെയെങ്കിലും ഒളിച്ചു താമസിപ്പിച്ച് ആ കുഞ്ഞിന് ജന്മം കൊടുത്തിട്ട് അതിനെ നോക്കാൻ എത്രയോ പേരുണ്ടാകുന്നേ. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ വാർത്തയൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളില്ലാത്ത പേരൻസ് ഉണ്ടല്ലോ, അവരുടെ വിഷമമാണ് സത്യത്തിൽ A. റഹീം ആ പ്രസംഗത്തിൽ പറഞ്ഞത്. റഹീമിന്റെ പ്രസംഗ ശൈലിയോടൊന്നും വലിയ ഒരു ഇഷ്ടമുള്ള ആളൊന്നും അല്ല. ഞാൻ ചിരിക്കാൻ വേണ്ടി കാണാറാണ് പതിവ് റഹീമിന്റെ പ്രസംഗം. പക്ഷെ റഹീം ഈ ഒരു ബൈറ്റ് ഇതിന് 5-6 മിനിറ്റ് ഉള്ള ഒരു ക്ലിപ്പായിരുന്നു. ഇത് കണ്ടപ്പോ എന്തോ രാവിലെ മനസ്സിന് വല്ലാത്തൊരു വിഷമം. സ്ത്രീകളുടെ മാനം രക്ഷിക്കുന്നതിനെ പറ്റി, ഇവരുടെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയൊക്കെ തെരുവുകളിൽ കവല പ്രസംഗം നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ, അവൻ വേശ്യയുടെ ചാരിത്ര പ്രസംഗമായിരുന്നു. അതൊക്കെ വേശ്യമാരുടെ ചാരിത്ര പ്രസംഗം എന്ന് നമ്മൾ മലയാളത്തില് പറയാറുണ്ട്. ഒരു കുഞ്ഞിന്റെ ജീവനെ, ഒരു പാർട്ട്ണർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു, എന്തോ ആയിക്കോട്ടെ, ആ പാർട്ട്ണർക്കൊപ്പം ആ പെണ്ണിന്റെ ശരീരത്തെ ആസ്വദിക്കാൻ അവന് സമയമുണ്ടായിരുന്നല്ലോ, വിളിച്ചു നിർത്താൻ സമയമുണ്ടായിരുന്നല്ലോ. ഓക്കെ, എല്ലാവരും ചോദിച്ചു, നമ്മളും ചോദിച്ചതാണ് ആ പെൺകുട്ടിയുടെ സമ്മതത്തോടെ അല്ലേ പോയത്. ആളെ രണ്ടുപേരും ചേർന്ന് അവരുടെ സുഖത്തിന് വേണ്ടി ഒരു സാഹചര്യം ഒരുക്കുന്നു. അതിനുശേഷം ഒരാളതിൽ ബാധിക്കപ്പെടുമ്പോ സിമ്പിളായി അങ്ങ് പറഞ്ഞു പോവാണ്, ഒഴിവാക്കിയേക്കൂ, ഗുളിക വാങ്ങി എത്തിച്ചു കൊടുക്കുന്നു, വീഡിയോ കോളിൽ പോയിട്ട് കഴിക്കാൻ പറയുന്നു. ഒരു ജീവനാണെന്നേ, ചോരയായി ഒലിച്ചു പോയത് ഒരു ജീവനാണ്. ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്യാനുള്ള കാരണമുണ്ട്. എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായി, എനിക്ക് കുട്ടികളായിട്ടില്ല. പലപ്പോഴും നമ്മൾ കുറച്ചും കൂടി വലിയ സെറ്റിൽ ആയിട്ട് മതി എന്ന് പറഞ്ഞ് പോയവരായിരിക്കാം. പക്ഷെ ചിലപ്പോഴെങ്കിലും ആരെങ്കിലും കുട്ടികളായില്ലേ, എത്ര കുട്ടികളുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോ അറിയാതെങ്കിലും ഒരു നമ്പരം എവിടെയെങ്കിലും ഒക്കെ ഒന്ന് തട്ടാറുണ്ട്. നല്ല കുഞ്ഞുമകളെയൊക്കെ കാണുമ്പോ നമുക്കും സമയമായി എന്നൊരു തോന്നൽ വരാറുണ്ട്. സത്യം പറഞ്ഞാൽ രാഹുലിന് ഉണ്ടാകരുത് രാഷ്ട്രീയത്തിൽ എന്നല്ല, പൊതുയിടത്തിൽ എന്നും ഉണ്ടാകരുത്. അല്ല, ഈ റഹീമിന്റെ ഈ ഒരു പ്രസംഗത്തിൽ മറ്റൊരു ഭാഗം കൂടി പറയുന്നുണ്ട്, അടൂർ പ്രകാശിന്റെ മകളെ കുറിച്ച്. അതായത് അദ്ദേഹം ഈ പറയുന്ന ഇരയെ ഒരു മോശമായി ചിത്രീകരിക്കുകയും തെറ്റ് ചെയ്തു എന്ന് അറിഞ്ഞിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു മകളാണുള്ളതെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കുമോ പ്രതികരിക്കുന്നത്? ഓരോ പെൺകുട്ടികളുള്ളവരുടെയും എന്താ പറയാ, പാരന്റ്സിന്റെ മെന്റാലിറ്റി. അതൊക്കെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി റഹീം പറയുന്നതാണ്. രാഹുലിനെ കുറിച്ച് കൃത്യമായി ബോധ്യമുണ്ടായിരുന്ന നേതാക്കന്മാരൊക്കെ ആദ്യമേ തന്നെ രാഹുലിനെ തള്ളിപ്പറഞ്ഞു. പിന്നെ രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തില് മൊറാലിറ്റി ഒന്നും നോക്കാതെ രാഷ്ട്രീയമായ സംരക്ഷണം ഒരുക്കാൻ വേണ്ടി പറയുന്നതായിരിക്കാം. അടൂർ പ്രകാശൊക്കെ ഇപ്പൊ തള്ളിപ്പറഞ്ഞല്ലോ. അതൊക്കെ റഹീമിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളാണ്, അതിലൊന്നും വീണു പോവാതിരിക്കുക. പക്ഷെ ഈ ഒരൊറ്റ പോയിന്റാണ്, വയറ്റിൽ പിറന്നൊരു ജീവനെ കൊന്നുകളഞ്ഞവൻ കൊലപാതകിയാണ്. നോക്കൂ, ബലാത്സംഗത്തിന് തെളിവുകളൊന്നും ഇല്ലല്ലോ പ്രഭാഷ്ടിയ, നിർബന്ധിത ഗർഭചിത്രത്തിനാണ് തെളിവുകൾ ഉള്ളത്. ആ കേസിനെ പറ്റി നമ്മൾ സംസാരിക്കുക. അപ്പൊ സ്വാഭാവികമായും കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വീണ ഏറ്റവും വലിയ പുഴുക്കുത്താണ്. പുറത്ത് ധാർമ്മികത പറയുകയും ഉള്ളിൽ കുഞ്ഞു ജീവനെ കൊന്നൊടുക്കുകയും ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന, അയാളെ വിശേഷിപ്പിക്കാൻ പ്രത്യേകിച്ച് വാക്കുകളൊന്നും ഡിക്ഷണറിയിലില്ല. ഒരു കുട്ടിയെ അല്ല ഹർഷ, അവിടെയാണ് പ്രശ്നം. ഒരാളെ അല്ല,
നിയമപരമായി നമുക്കതൊന്നും പറയാനുള്ള അധികാരമില്ലാത്തത് കൊണ്ട് അത് പറയാതിരിക്കുക. നോക്കൂ, ഇയാളുടെ രീതി എന്താ? ഒരു കുട്ടിയെ കാണുക, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, പരിചയപ്പെടുക, ആ കുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകുക, ജീവിതത്തിൽ കൂട്ടാമെന്ന് പറയുക, വിളിച്ചുകൊണ്ടുപോയി ഒരു പ്രിക്കോഷനും എടുക്കാതെ അയാളുടെ ശാരീരിക സുഖം നേടുക, അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് സുഖം നൽകുക, അതിനുശേഷം ആ പെൺകുട്ടിയിൽ ഒരു കുഞ്ഞു വേണമെന്ന് പറയുക, ഒരു കുഞ്ഞുണ്ടെങ്കിൽ വിവാഹം നടക്കുമെന്ന് പറയുക, ആ പെൺകുട്ടിക്ക് വയറ്റിലുണ്ടാക്കി കൊടുക്കുക, അതിനുശേഷം അതിന് ഗുളിക കൊടുത്ത ഗർഭം കലക്കുക, അവളെ പൂർണ്ണമായി ഒഴിവാക്കുക. പക്ക സൈക്കോ ക്രിമിനൽ കില്ലർ. അതെ. ഇപ്പോ ഈ ഒരു വാർത്ത വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഇത്രത്തോളം ഇതൊരു വിഷയമായപ്പോ, കോൺഗ്രസിൽ നിന്നും ഇനി രാഹുൽ മാങ്കൂട്ടത്തെ ആരും ചേർത്ത് പിടിക്കില്ല എന്നുള്ളത് പുറത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. കോൺഗ്രസിലെന്നല്ല, 4 പേര് മാത്രമുള്ള ഏതെങ്കിലും ഒരു പാർട്ടി കേരളത്തിലുണ്ടെങ്കിൽ ആ പാർട്ടിയിൽ പോലും ഇവരുണ്ടാകരുത്. നോക്കൂ, ഈ സ്പിരിച്വൽ മേഖലയിലുള്ളവരൊക്കെ പറയും ഏറ്റവും വലിയ ശാപമാണ് ഗർഭസ്ഥ ശിശുവിന്റെ മരണമുണ്ടായാൽ ഉണ്ടാവുക എന്ന്. മനഃപൂർവ്വമല്ലാതെ ഉണ്ടാകുന്നതിനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം. മനഃപൂർവ്വമായി കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത് ഒരു കുട്ടിയെ മരുന്ന് കൊടുത്ത് കൊല്ലുന്ന ഒരു സംവിധാനം, ആ സംവിധാനത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അത്തരം സംവിധാനങ്ങളാണ്. ആ ശാപം തലമുറ പിന്തുടരും. എന്റെ ഏക പ്രാർത്ഥന ഇയാൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റിന് അറിയാത്ത ഇയാളുടെ കുടുംബത്തിന് ആ ശാപം കിട്ടാതിരിക്കട്ടെ എന്ന് മാത്രമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ കണക്ക് പറയാതെ, മറുപടി പറയാതെ പോകാൻ പറ്റില്ല ആർക്കും. 36 വയസ്സായി രാഹുൽ മാങ്കൂട്ടത്തിൽ. അവൻ എത്രാമത്തെ വയസ്സിൽ തുടങ്ങിയതായിരിക്കും ഇത്? അവനിനി ആരെന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ളവന്മാരെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തണം എന്നുള്ളതാണ്. താങ്ക് യു.